കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ഏപ്രിൽ മാസം 26 തീയതി 2023 ഇന്ന് വൈകിയവേളയിലെ വചന പഠനത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. വചന പഠനത്തിന് മുൻപായിട്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ സിമി ജോസഫ് ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യത്തിൽ പാട്ട് പാടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം ഓരോരുത്തരുമായിരിക്കുന്ന ഭവനങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ മ്യൂട്ട് ചെയ്തുകൊണ്ട് കർത്താവിന്റെ ദാസിയോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ വീണിടുമ്പോൾ, ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ വീണിടുമ്പോൾ, കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ലൻ പ്രാണപ്രിയ. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. നിൻമുഖം നേരിൽ എന്നോ ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നേ. നിൻമുഖം നേരിൽ എന്നോ ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നേ. നീ വരാതെന്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ലൻ പ്രാണപ്രിയ. നീ വരാതെന്റെ
കണ്ണുനീരെല്ലാം തുവരുകയില്ല പ്രാണപ്രിയ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നാളും മന്നിൽ നീ മതിയേ. എന്നാളും മന്നിൽ നീ മതിയേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് കർത്താവിന്റെ ദാസിക്ക് നിരാസന്ധ്യ സമയത്ത് ദൈവസനയിൽ പാടുവാൻ കൃപ നൽകിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഫോർ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവദാസൻ പാസ്റ്റർ ടോമി ജോസഫ് അവர்களെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലൈനിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒക്ലഹോമ പ്രയർ ലൈനിൽ കടന്നു വരുവാനും തുടർമാനമായി ആമേൻ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വചന ശുശ്രൂഷയിൽ ഒരു ദിവസം കൂടെ ആമേൻ കൃപയിൽ ആശ്രയിച്ച് ആമേൻ ആ ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ പ്രിയ ദേവദാസൻ പ്രിയ സാക്രതനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിനെയും ബിജിസിനെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്കിങ്ങനെ അവസരം തരുന്നതിൽ നന്ദി കരയേറ്റുന്നു. അമേന കുടുംബം കർത്താവിന് വേണ്ടി ശക്തമായി വീണ്ടും ഉപയോഗിക്കപ്പെടട്ടെ. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രയർ ലൈൻ എന്ന് പറയുന്നത് ആമേൻ സാധാരണ നമുക്കുള്ള പതിവായിട്ടുള്ള ചർച്ചിലെ കൂട്ടായ്മകളും വീട്ടുപ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും ഒക്കെ ആമേൻ ഹല്ലേലൂയ ചെയ്യുന്ന കൂട്ടത്തിൽ നടക്കുന്ന ഒരു പൊതു ശുശ്രൂഷയാണ്. ഇത് വളരെ അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷ ആമേൻ അനേക വിഷയങ്ങൾക്ക് മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു ശുശ്രൂഷയുമാണ്. അനേക ദൈവമക്കളുടെ ഇതുപോലുള്ള പ്രാർത്ഥനയാണ് ഇന്ന് വളരെ താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ പോലെ ആമേൻ പ്രൈസ് ദി ലോർഡ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം ആമേൻ അതിന്റെ നിലനിൽപ്പ് തന്നെ പ്രാർത്ഥന ചെയ്യുന്ന ദൈവമക്കളുടെ കണ്ണീരും പ്രാർത്ഥനയുമാണ്. സ്വർഗത്തിലെ ദൈവം ഇതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇന്റർസീഡ് ചെയ്യുന്ന മധ്യസ്ഥ അണയ്ക്കുന്ന ദൈവമക്കൾ പ്രത്യേകിച്ച് ഈ പ്രയർ ലൈനിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും അഭീതകാംക്ഷികളായ എല്ലാ മാതാപിതാക്കൾ സൗരസ്വരന്മാർ കുഞ്ഞുങ്ങൾ വളരെ ആമേൻ വിലപ്പെട്ട ദൈവദാസന്മാർ കുടുംബങ്ങൾ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നമ്മളുടെ ആമേൻ ഈ സ്റ്റഡിയിൽ ആമേൻ ദൈവം നമുക്ക് പ്രത്യേകമായ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വചനധ്യാനത്തിലൂടെ ഒരു കിട്ടുന്ന വെളിപ്പാടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആമേൻ പൊതുമേഖലകളിൽ നിന്നുള്ള പഠനങ്ങളും അറിവുകളും ആമേൻ പ്രൈസ് ദി ലോർഡ് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുമെങ്കിലും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ആത്മീയ മർമ്മങ്ങളും ദൂതുകളും ആമേൻ ശാന്തമായ ഒരവസ്ഥയിലാണ് പറയുന്നതെങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് തുടർമാനം ആമേൻ 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇത് വളരെ ശക്തമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അനുഗ്രഹമായി നടക്കുന്നല്ലോ. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ സാക്ഷിനെ കർത്താവ് ഉപയോഗിക്കുന്നു. പ്രിയദാസനെയും പ്രിയദാസിയെയും കുഞ്ഞുങ്ങളെയും പ്രിയമാതാവിനെയും കർത്താവെ അനുഗ്രഹിക്കണേ. ശുശ്രൂഷകളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ
ഞങ്ങളുടെ പ്രിയ മകളെ കർത്താവ് ഉപയോഗിച്ചല്ലോ. നല്ല പാട്ടിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ പ്രിയദാസി ഉപയോഗിച്ചല്ലോ. വളരെ ശക്തമായ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. രാത്രി വചനം വായിച്ചു തരുവാനും ആമേൻ പ്രിയദാസിയെ കർത്താവെ സഹായിക്കുന്നല്ലോ. അതിനായി സ്തോത്രം. ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. എളിവനെ കർത്താവെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ അടിയങ്ങളെ ഒരിക്കൽ കൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. നിർമ്മല ഹൃദയത്തോടെ ഉറബലബല ശിഖറബ രാത്രി ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചെയ്താട്ട് മഹത്വം കൊടുക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവിടത്തേക്ക് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനായ യേശു മരണം ആമേൻ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മരണം ആസ്വദിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണ്ടി കർത്താവ് മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഈ ഒരു വാക്കിൽ നമ്മൾ പലപ്പോഴും ചില ആളുകളിൽ തെറ്റിദ്ധാരണയുണ്ടാകും അതിന്റെ അർത്ഥത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആസ്വദിക്കുക. ചിലരൊക്കെ ജീവിതം അങ്ങ് ആസ്വദിക്കുക എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആസ്വദിക്കുക. അവരങ്ങ് ആസ്വദിച്ച് ജീവിക്കുകയാണ്. അവരങ്ങ് സുലോലുപരായി അങ്ങ് ആസ്വദിച്ച് ജീവിക്കുക. ആ ഒരു മീനിങ്ങിലല്ല ഇവിടെ ഈ ആസ്വദിപ്പാൻ എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് നോക്കി. ആ കൂട്ടത്തിൽ തന്നെ എന്റെ മനസ്സിൽ വന്ന ചിന്ത, മരണം കർത്താവ് ടേസ്റ്റ് ചെയ്യുകയായിരുന്നു. മരണം രുചിച്ചു നോക്കിയായിരുന്നു. ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഞ്ഞ് ഒന്ന് ആസ്വദിച്ചു നോക്കി, അല്ലെങ്കിൽ ആ വെള്ളം അല്ലെങ്കിൽ ആ പായസം ഒന്ന് ആസ്വദിച്ചു നോക്കി, ആ ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കി. അപ്പോൾ ഇവിടെ രുചിച്ചു എന്നുള്ള ഒരർത്ഥമാണ്. അല്ലെങ്കിൽ എന്താണ് ഈ മരണം? ആമേൻ. ആദാം തൊട്ട് ഭൂമിയിൽ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ആദിയില്ല, അന്തവുമില്ല, മരണവുമില്ല. അപ്പോൾ യേശു മരണം രുചിച്ചു നോക്കുകയാണ്. എങ്ങനെയാണ് രുചിക്കാനിടയായി തീർന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മരണം എന്താണെന്ന് താന് അനുഭവിക്കുകയാണ്. തുടർമാനം അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് കൊണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. യേശു മരണം അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ആ മരണം എല്ലാവരും മരിക്കുമ്പോൾ മരണം എന്താണ്, മരണവേദന എന്താണ്, മരണഭയം എന്താണ്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ആളുകളുടെ നിഗമനം എന്താണ്, മരണത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വികാര വിചാര ഭയ ആമേൻ അതുപോലുള്ള സാഹചര്യങ്ങൾ എന്താണ് അതിന്റെ പെയിന്, എന്താണ് അതിന്റെ ആകത്തുക എന്ന് കർത്താവ് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ഈ മരണത്തിലൂടെ കടന്നു പോവുകയാണ്. അതാണ് ടേസ്റ്റ് ആസ്വദിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അതങ്ങ് വേദനയില്ലാത്തൊരു മരണമായിരുന്നു. അതങ്ങ് ഒരു ഗ്ലാസ് പായസം കുടിച്ച് ആസ്വദിക്കുന്ന പോലെ അല്ലായിരുന്നു. ഒരിക്കലും അങ്ങനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്താണെന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. ആദാമിന്റെയും ഹവ്വയുടെയും ഒക്കെ മരണം, അതിനുശേഷം അവരിൽ കൂടി ഉണ്ടായ മക്കളുടെ മരണം, അങ്ങനെ തലമുറകളായി മരണത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ മരണം സംഭവിക്കാതെ എടുക്കപ്പെട്ട ഹാനോക്കിനെയോ മരണം സംഭവിക്കാതെ എടുക്കപ്പെട്ട ഏലിയാവിനെയോ അവർക്ക് മരണം എന്താണെന്ന് അറിയത്തില്ല. അവർ മരിച്ചില്ല. മരണവേദന അറിയത്തില്ല. മരണത്തിലൂടെ അവർ കടന്നുപോയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശു മരിക്കാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യമരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെങ്കിൽ യേശു ഈ മരണം ഒന്ന് രുചിച്ചു നോക്കണം. ഈ മരണത്തിലൂടെ കടന്നു പോകണം. ഈ മരണ വഴിയിൽ കൂടെ യേശു കടന്നു പോകേണ്ടി വന്നു. അത് അനുവദിച്ചു കൊടുക്കുകയാണ്, സ്വയം അനുവദിച്ചു കൊടുക്കുകയാണ്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വരണം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം ആകട്ടെ, നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ കാണുകയാണ്. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ശരീരത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിന് ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ ആ വേദനയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ
മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ ദൈവമായിരിക്കുന്ന ആ യേശു പൂർണ്ണ മനുഷ്യനിൽ വസിക്കുന്ന ആ നിമിഷങ്ങളിൽ മരണത്തിന്റെ വേദന ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുമോ അതേ ഫീലിംഗ് പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് നമുക്ക് തുല്യമായി സകലത്തിലൂടെ സകല ചിന്തകൾ, സകല വിചാരങ്ങൾ, സകല ഫീലിംഗിലൂടെ കർത്താവ് കടന്നുപോയി. ആ സമയത്ത് ഒരു മനുഷ്യന് ഉണ്ടാകുന്ന മരണത്തെക്കുറിച്ച്, മരണത്തിലേക്ക് അടുത്തില്ലെന്ന ഒരു മനുഷ്യൻ മരണവാതിലുകളോട് അടുക്കുമ്പോൾ, മരിക്കാൻ തുടങ്ങുമ്പോൾ, മരണമുനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണോ അത് യേശുവിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും താൻ മരിച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ലോകത്തിൽ കർത്താവായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മരണം കൈവരിപ്പാൻ, ഈ മരണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ മരണത്തെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും മരണത്തെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഏറ്റവും ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ ക്രൂശിൽ തന്നെ കർത്താവിനെ ആണികളടിച്ച് ഉയർത്തിപ്പൊക്കി അവിടെ ദാഹിക്കുന്ന നിമിഷം, മരണത്തോട് മല്ലടിക്കുന്ന നിമിഷം, ആ നിമിഷത്തിൽ പോലും പിന്നീട് കർത്താവ് വേദന എടുക്കുന്നു. എനിക്ക് മരിക്കുവാൻ കഴിയത്തില്ല, എന്നെ ഇറക്കി വിടൂ എന്നൊന്നും പറഞ്ഞ് ക്ഷമ ചോദിച്ച്, മാപ്പ് ചോദിച്ച് ആ മരണത്തെ ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ടില്ല കർത്താവ്. ആ മരണത്തെ കർത്താവ് അഭിമുഖീകരിക്കുകയാണ്. ആ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ക്രൂശിനെ സഹിക്കുകയാണ്. എബ്രായലേഖനം 12:2 അതൊന്ന് വായിച്ചാട്ടെ. എബ്രായലേഖനം 12:2. അപ്പോൾ എന്താണ് ഈ ആസ്വദിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. ഈ പുസ്തകത്തിലെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എല്ലാ വാക്കുകളും വിട്ടാലും പ്രൈസ് ദി ലോർഡ്, ക്രൂശിനെ സഹിച്ചു, മരണത്തെ സഹിച്ചു, വേദനകളെ സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ മരണഭീതിയെ അതിജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഇതെല്ലാം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അപ്പോൾ ക്രൂശിനെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെത്സമന തൊട്ട് താൻ പിടിക്കപ്പെട്ട സമയം, ആ സമയം തൊട്ട് നമ്മുടെ കർത്താവ് അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക പീഡ, ശാരീരിക പീഡ, എല്ലാ പീഡകളും, അപമാനങ്ങൾ, നിന്ദകൾ, കള്ളസാക്ഷികൾ തനിക്ക് നേരെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും ഏറ്റ മുറിവുകൾ, ക്രൂശിൽ തൂങ്ങിയ ആ നിമിഷത്തെ ആ ഭയങ്കരമായ ആ കഠിനമായ ഉപദ്രവവേള, ഭയങ്കര ഒരു ക്രൂരമായ മരണ ആ രീതിയാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. കർത്താവിന് കൊടുത്ത ആ മരണം. ഈ സമയങ്ങളിലെല്ലാം എല്ലാം ആ മരണത്തിന് സ്വയം ആ യേശു കർത്താവിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുകയായിരുന്നു കർത്താവ്. കർത്താവിന് വേണ്ടി ഒരു മിറക്കൽ ചെയ്ത് ഇറങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ആരുടെയും സഹായം വേണ്ട. പക്ഷെങ്കിൽ ആ മരണത്തെ അത് ടേസ്റ്റ് ചെയ്യായിരുന്നു. കുടിച്ചു. ഈ പാനപാത്രം അങ്ങ് കുടിക്കുകയാണ്. മരണത്തിന്റെ കയ്പ് നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്പ് നീര് കൊടുത്തതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, മരണത്തെ മൊത്തം കുടിച്ചു തീർത്ത് അതിലൂടെ പുറത്തു വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണം എന്താണെന്നും, മരണവേദന എന്താണെന്നും, മരണഭീതി എന്താണെന്നും, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾ, ഭയങ്ങൾ, ഭീതികൾ, ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, ആന്തരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന, ആത്മീയമായിട്ടുണ്ടാകുന്ന, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വേദനയുടെ ആ നൊമ്പരത്തിന്റെ, ആ ഭയത്തിന്റെ, ഭീതിയുടെ അനുഭവങ്ങളിലൂടെ എല്ലാം കർത്താവ് കടന്നുപോയി. പക്ഷെങ്കിൽ സകല മനുഷ്യന്റെയും പാപ മരണത്തിന്റെ പരിണിത ഫലമായി കർത്താവ് ക്രൂശിൽ പാപം ചുമന്നുകൊണ്ട് മരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശാപം ചുമന്നുകൊണ്ട് മരിക്കുകയാണ്. ഈ യേശു കർത്താവിന്റെ ആ ഒരു മരണം കർത്താവ് അതങ്ങ് ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ ആ മരണം മനുഷ്യന് വേണ്ടി ടേസ്റ്റ് ചെയ്യുകയാണ്, അനുവദിച്ചു കൊടുക്കുകയാണ്. മരിക്കാൻ തനിക്ക് സ്വീകരിക്കപ്പെട്ട ആ മനുഷ്യ ശരീരം മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് നിത്യമരണത്തിൽ നിന്ന് എന്നേക്കുമായി യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മോചനം പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ മരണം നമ്മുടെ എല്ലാം നിത്യരക്ഷയ്ക്ക് കാരണമായി, നമ്മുടെ എല്ലാം നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ കാരണമായി. എന്നാൽ ഈ യേശു കർത്താവിനെ ഉയർത്തി നിർത്തിയിരിക്കുമ്പോൾ ഈ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൽ കൂടെയുള്ള, യേശുവിന്റെ മരണം അടക്ക പുനരുത്ഥാനത്തിൽ കൂടിയുള്ള വിജയം
അതേ കൈവരിപ്പാൻ കഴിയത്തുള്ളൂ. ആ മുദ്ര നമ്മളിൽ ഏക്കത്തുള്ളൂ. നമ്മൾ സ്നാനപ്പെട്ടത് തന്നെ യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഉള്ള ഏകീഭവനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ മരണത്തെയും പാപമയത്തിന്റെ പരിഹാരമായി മരിച്ചത് എനിക്കാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. അതിന്റെ സീലാണ് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ ആ വെള്ളം ഒഴുകി പോകുന്നു, നമ്മുടെ തോർത്തി ഉണങ്ങിക്കേറുന്നു എങ്കിലും എന്നേക്കുമായി സ്വർഗത്തിൽ നമുക്കൊരു സീല് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ നാം ധരിക്കുകയാണ് സ്നാനത്തിലൂടെ. ജീവന്റെ പുതുക്കത്തിലേക്ക് നാം ജീവിതം ആരംഭിക്കുകയാണ് സ്നാനത്തിലൂടെ. അപ്പോൾ യേശു കർത്താവ് ഈ മരണത്തെ ആസ്വദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണം മനുഷ്യൻ അനുഭവിക്കുന്ന മരണവേദന, മരണഭീതി, മരണത്തെ എങ്ങനെയാണ് ഒരു വ്യക്തി അത് നേരിടുന്നത്, ആ വിചാരങ്ങളെല്ലാം, ആ ഫീലിങ്ങുകളെല്ലാം ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അതിനെ സ്വയം ഏൽപ്പിച്ചുകൊണ്ട് അത് ആസ്വദിക്കുക, അതിലൂടെ കടന്നു പോകുക, അതിനെ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ആ മരണമെന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കർത്താവ് ഇറങ്ങി. അത് എബ്രായ ലേഖനം അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇനി നമ്മളത് മനസ്സിലാക്കണം. അതാണ് മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞ. അല്ലാതെ മരണം ഒരു പായസം കുടിക്കുന്ന പോലെയോ എന്തെങ്കിലും സൂപ്പ് കുടിക്കുന്ന പോലെയോ ഏതെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുന്ന പോലെയോ ആ ഒരു രീതിയല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ ഇത് ഈ മരണം എന്ന് പറഞ്ഞാൽ ആ മരണം ടേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി, സകല മാനവരാശിക്ക് വേണ്ടി, എൻറ്റയർ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി കർത്താവ് മരണത്തെ സ്വീകരിച്ചു. അങ്ങനെ കർത്താവ് അത് ചെയ്തത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത്. യേശു കർത്താവ് അത് സഹിച്ച്, അത് വഹിച്ച്, അതിലൂടെ കടന്ന് ആ മരണത്തെ വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്തി. പിന്നെ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമാക്കി മരണത്തിന്റെ അധികാരിയായ സാത്താനെ അവന്റെ അധികാരത്തിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കി, അവന്റെ തലയെ തകർത്തുകൊണ്ട്, അവന്റെ ആയുധങ്ങളെ താഴെ വെപ്പിച്ചുകൊണ്ട് അവനെ ക്രൂശിൽ തോൽപ്പിച്ച് കർത്താവ് മരിച്ച കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ മരണത്തിലൂടെ കടന്നുപോയി. ആ ശരീരം 3 ദിവസം മരിച്ചു കിടക്കുകയാണ്. 3 ദിവസം കർത്താവിന്റെ ശരീരം ഇങ്ങനെ മരണത്തിന് കീഴ്പ്പെട്ട് കിടന്നെങ്കിലും കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വെല്ലുവിളി മുദ്രാവാക്യം മുഴക്കിയത് യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ നിമിഷത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് യേശു കർത്താവിന്റെ ഉയർപ്പാണ് ആദ്യത്തെ മഹത്വ ശരീരത്തിലുള്ള ഉയർപ്പ്. അതിനു മുമ്പ് പലരൊക്കെ ഉയർത്തിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ കൈകളാൽ ഉയർത്തപ്പെട്ടവരും അതിനു മുമ്പ് ഏലിയാവിന്റെ കാലത്തും എലീശായുടെ കാലത്തും എലീശാവിന്റെ അസ്ഥിയെ തൊട്ട് ഹല്ലേലൂയ ശരീരം ഉയർത്തുന്നു. ഇതൊക്കെ സംഭവിച്ചെങ്കിലും കർത്താവിന്റെ ശരീരമാണ് ആദ്യ ഫലമായി മഹത്വ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റത്. യേശു കർത്താവ് മരണം രുചിച്ചു. എന്നാൽ യേശു കർത്താവ് ഉയർപ്പിനെയും രുചിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തു ഭക്തരായ അല്ലെങ്കിൽ ദൈവമക്കളായ നമുക്ക് മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട വന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നാം ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ഉയർത്തു വരും. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേക്കും. എല്ലാവരും ഉയർക്കും. പക്ഷെങ്കിൽ നമ്മൾ ഉയർക്കുന്നത് 1-ാം പുനരുത്ഥാനത്തിലെ ആ ഒരു ഉയർപ്പാണ്. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ കാഹള ശബ്ദത്തിന് മുമ്പിലുള്ള ഉയർപ്പിനെ കുറിച്ചാണ് ആ പൗലോസ് കൂടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുവിനോട് കൂടെ മരിച്ചവർ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേക്കുമെങ്കിൽ, യേശുവിനോടുകൂടെ അക്ഷരീകമായി ശരീരത്തിൽ മരിച്ചവർ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ കാഹള ശബ്ദത്തെങ്കിൽ ഉയർത്തെഴുന്നേക്കും. ഇന്ന് രാത്രി നമുക്ക് ആ പ്രത്യാശ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം യേശു ദൈവമായിരുന്നു. ദൈവത്തിന് മരിക്കേണ്ട ആവശ്യമില്ല. മരണമില്ലാത്ത ദൈവം, ആദിയും അന്തവും ഇല്ലാത്ത ദൈവം, നിത്യനായ ദൈവം, ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ. പക്ഷെ എങ്ങനെ മരിച്ചു? എന്നെ നിങ്ങളെ പോലെ നമ്മളുടേതായ ഒരു ശരീരം സ്വീകരിച്ച ആ ശരീരത്തിൽ, ആ മനുഷ്യ ശരീരത്തിലാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം മരിച്ച അതേ നിമിഷത്തിൽ യേശുവിന്റെ ദൈവത്വം എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഹല്ലേലൂയ പർദീസിലേക്ക് പോയി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു എടുത്ത വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയ ആ മനുഷ്യ ശരീരം എന്താണ്? മരണത്തെ നേരിട്ടു. ആ ശരീരത്തെ പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. റോമാലേഖനം 8:11 പറയുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യശരീരങ്ങളെയും
ഉയർപ്പിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയുടെയും വലിയൊരു ഉറപ്പിന്റെയും ആമേൻ വചനമാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. അപ്പോൾ യേശു മരണത്തെ ആസ്വദിച്ചത് ഇതാണ്. യേശു മരണം ആസ്വദിച്ചു, യേശു മരണം സഹിച്ചു, യേശു മരണത്തിന് തയ്യാറായി, യേശു മരണത്തിലൂടെ കടന്നുപോയി, യേശു ഹല്ലേലൂയ ക്രൂശിനെ സഹിച്ചു, യേശു ക്രൂശ് മരണം സഹിച്ചു. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ ആമേൻ യേശുവിന്റെ മരണത്തെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് കർത്താവ് ആമേൻ ജഡശരീരം എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു വലിയ റെവലേഷൻ, വലിയൊരു വെളിപ്പാട് പ്രവാചകനായ യെശയ്യാവിന് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, കർത്താവ് ഇതെല്ലാം സഹിച്ചത്, ഈ ആസ്വദിച്ചതല്ല, ഈ മരണത്തിൽ കൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയാണ്? മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ആമേൻ. ആ സന്തോഷത്തിന്റെ ആമേൻ ആളുകളാണ് നമ്മൾ, അല്ലെങ്കിൽ ആമേൻ കർത്താവിന്റെ സഭ, അല്ലെങ്കിൽ ദൈവമക്കൾ, അല്ലെങ്കിൽ ഒരു സന്തതി എന്ന് വിശേഷിപ്പിക്കുന്ന ആ വചന യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു സന്തതി. ആമേൻ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഒരു സന്തതി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മള് കർത്താവിന്റെ മണവാട്ടിയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ സന്തോഷം, കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ അടുത്ത് തന്നെയാണ് ഇരുന്നത്. പക്ഷെങ്കിൽ ഈ ഭൂമിയിലേക്ക് വന്ന ആമേൻ കർത്താവിന്റെ ലക്ഷ്യം, ഉദ്ദേശം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരുമിച്ച് കൂടിയുള്ള ആ ലക്ഷ്യം, അത് നടപ്പിലാകാൻ പോകുന്നല്ലോ. പാപത്താൽ അടിമത്തത്തിലേക്ക്, സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയി നിത്യനാശത്തിലേക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാനുള്ള മാർഗം, ആമേൻ ഹല്ലേലൂയ, അതിലൂടെ ഞാൻ കടന്നുപോയി, ഇതാ ഞാൻ വിജയം കൈവരിക്കുന്നുവെന്ന് മുന്നമേ കണ്ടിട്ട് ആ മരണത്തെ ടേസ്റ്റ് ചെയ്ത് അതിനപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ് കടന്ന ആ നല്ല കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ മരണത്തെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന് വേണ്ടി നീതിയോടും ന്യായത്തോടും നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ദൈവം വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ള ദൈവം നമുക്ക് കൃപ തന്ന് നമ്മളെ ആമേൻ ഹല്ലേലൂയ മരണത്തിനപ്പുറത്തെ ഉയർപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. നമുക്ക് വളരെ പ്രത്യാശ ഉണ്ടായിരിക്കണം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കർത്താവ് വന്നാലും മരിച്ചാലും ആമേൻ ഞാനതിൽ ഭയപ്പെടുന്നില്ല. ആ മരണത്തെ നമ്മൾ ആമേൻ ഭയപ്പെടുന്നില്ല. ധൈര്യസമേതം ഓരോ നിമിഷവും ജീവിക്കണം, പ്രത്യാശയോടെ ജീവിക്കണം. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കർത്താവ് വരാൻ താമസിച്ചാൽ മരിക്കും. നമ്മള് ആമേൻ ഹല്ലേലൂയ ഓരോ ആളുകൾ മരിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ മരണത്തിൽ നമ്മൾ കാണുന്നില്ലേ? ആമേൻ ഒരു വ്യൂയിങ് സർവീസും, ആമേൻ ഹല്ലേലൂയ ഒരു ഹോം ഗോയിങ് സർവീസും, അങ്ങനെ ആമേൻ ഫ്യൂണറൽ സർവീസ്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആമേൻ ഒരു ദിവസം നമ്മളായിരിക്കും അതിന്റെ ഇര എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, കർത്താവിന് മരിക്കേണ്ടതായിട്ട് വന്നെങ്കിൽ നമ്മളും മരിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളും മരിക്കും. നമുക്ക് ജീവിക്കാൻ ഒരു പ്രായമുണ്ട്, അതിനപ്പുറത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ആമേൻ 100 110 വയസ്സ് വരെ ചിലപ്പോൾ ജീവിച്ചെന്ന് വരും. ഏറിയാൽ 70 80 സംവത്സരം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ജീവിതത്തിന് ഒരു നിശ്ചിത സമയം ദൈവം വെച്ചിട്ടുണ്ട് നമ്മുടെ ആയുസ്സിന്. പക്ഷെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ആമേൻ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം ആമേൻ എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ആമേൻ ഒരു നല്ല ഒരു സുവിശേഷകൻ, അദ്ദേഹം നല്ല ഹൈ ലെവലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് നല്ല, അവർ രണ്ടുപേരും നല്ല ആമേൻ ഇൻകം ഏൺ ചെയ്യുന്ന ആളുകളും നല്ല ഉന്നതമായ പദവികളിൽ ഇരിക്കുന്നവരുമാണ്. ഞങ്ങൾ രണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിലാണ് സംസാരിച്ചത്. സാധാരണ ഞങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലും അപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് ദൈവകാര്യത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കുണ്ടാകുന്ന ഈ ഭൗതിക നേട്ടങ്ങൾ മുഴുവൻ ആമേൻ നമ്മുടെ കല്ലറയുടെ അടുത്ത് വരെ എത്തുമോ എന്നറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, കർത്താവിന് വേണ്ടി നിന്നാൽ, അത് മാത്രമേ നമ്മുടെ നിത്യതയിലേക്ക് ഉതകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ആമേൻ വലിയ ജോലിക്കാരനാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ആരാണെന്ന് പറയുന്നില്ല. ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ഒരു ആമേൻ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ മുന്നോട്ട് വരാൻ അദ്ദേഹം തീരുമാനമെടുത്ത് ഇരിക്കുകയാണ്. അതിനുള്ള പഠനങ്ങളും ഉണ്ട്, എങ്കിലും അതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. നല്ല ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണ് ആ കുടുംബം. പക്ഷെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദിവസം കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാവരും പോകും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മുന്നമേ ഒന്ന് ഓർത്തിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പോകും, ആർക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി മരണം ഞാൻ അനുഭവിക്കും, മരണം ഞാൻ ആസ്വദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മരണ വഴിയിൽ കൂടെ കടന്നു പോകും, മരണവാതിലുകൾ കൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെങ്കിൽ
എനിക്ക് അധൈര്യപ്പെടാനൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു ദൈവോദന്റെ മരണം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡെത്തായിരിക്കും, വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ഡെത്തായിരിക്കും. സമാധാനത്തോടും പ്രത്യാശയോടും ആൻഡ് കറേജിയസ് ആയിരിക്കും, വളരെ ധൈര്യത്തോടുമുള്ള ഒരു മരണമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് നിമിഷത്തിലും നമ്മൾ ഒരുങ്ങിയിരിക്കുക, തയ്യാറായിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക. ഇത് നമ്മൾക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ധൈര്യമുള്ളതെന്നാണെന്നറിയോ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുന്നമേ മരണം കൈവരിച്ചു, മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ഒരു വലിയ സന്തോഷം, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും നമുക്കൊരു ദൈവത്തോടു കൂടെ നിത്യമായ ഒരു വാസമുണ്ടെന്നും ആ ജീവിതത്തിൽ പിന്നെ ഒരു മരണമില്ലെന്നും എല്ലാം നമുക്ക് ഉറപ്പ് തരുന്നത് കൊണ്ട് ദൈവമക്കളെ, ഈ ലോകം വിട്ടുപോകുവാൻ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്, നമ്മളെ അയച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. യോഹന്നാനെ കുറിച്ച് പറയുന്നത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് ചെയ്തു? കർത്താവിന്റെ വഴി ഒരുക്കി, അവന്റെ ശുശ്രൂഷ തികച്ചു, അവൻ കടന്നുപോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അത് തികയ്ക്കുവാൻ വേണ്ടി നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ പല കാര്യത്തിന് പോകുന്നതെല്ലാം കൊള്ളാം. പക്ഷെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ മണ്ണിനും പൊന്നിനും എന്നൊക്കെ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഈ ലോകത്തിൽ ഒന്നിനും വേണ്ടിയുള്ളതല്ല, നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. ഞാൻ ആ ഭാഗത്തുനിന്ന് വിരമിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. യേശു മരണം അനുഭവിച്ചതുകൊണ്ട് യേശുവിന് എന്തായി? മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. കർത്താവ് മരിച്ചു. മരിച്ച ആ കർത്താവിന്റെ ആ ശരീരത്തിന്റെ ഷെയ്പ്പിനെ കുറിച്ച് ഹല്ലേലൂയ, യെശയ്യാപ്രവാചകൻ പറയുന്ന ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടു കൂട്ടർ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ പറയുന്നത്, യേശു ഇവിടെ യൗവനകാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടാൽ ഒരു ചൈതന്യമില്ലാത്ത മുഖമായിരുന്നു യേശുവിന്റെ മുഖം, ഒരു സൗന്ദര്യമില്ലായിരുന്നു. കണ്ടാൽ ഒരു രൂപഗണമില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ നമുക്കറിയാം, കർത്താവ് മരിക്കുമ്പോൾ കർത്താവിന്റെ മുഖം അതുപോലെ ഉപദ്രവിച്ച് വികൃതമാക്കിയ, നീര് വെച്ച് രക്തം ഒഴുകി, മുറിവുകളേറ്റ്, രോമങ്ങൾ പിഴുതെടുത്ത്, മുൾക്കിരീടം ധരിപ്പിച്ച് തല കുനിഞ്ഞു കിടക്കുന്ന ആ കർത്താവിന്റെ രക്തം ഒഴുകിയ ആ മുഖത്തേക്ക് നോക്കിയാൽ ആ കർത്താവിന്റെ ശരീരം അതിനൊരു സൗന്ദര്യവും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു തരം ചിന്തകൾ ആളുകൾക്കുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് അവിടെ ജീവിച്ചപ്പോൾ തീരെ അഴുക്കായ ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നില്ല. കർത്താവ് ഹല്ലേലൂയ, കർത്താവ് കുറഞ്ഞ പക്ഷത്തൊരു സാധാരണക്കാരനെ പോലെ ഏലും കുറഞ്ഞ പക്ഷത്ത് ആ ശരീരം, ആ മുഖം നോക്കിയാൽ ഒട്ടും തീരെ മോശമായ ഒരു മുഖമായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെങ്കിൽ എന്റെ യേശു കർത്താവിന്റെ മുഖത്തിന്റെ ആ സൗന്ദര്യം എല്ലാം തകർത്തുകൊണ്ട് ഉപദ്രവിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ആ കർത്താവിനെ ക്രൂശിൽ തറച്ച് മരിച്ചു കിടക്കുന്ന കർത്താവിന്റെ മുഖം, അത് ചിത്രകാരന്മാർ വരയ്ക്കുന്നത് പോലെ ഒന്നുമല്ല. ഒപ്പിയെടുത്ത തുണിയിലെ ചിത്രം നമ്മളെ കാണിച്ചതിന്റെ ഒരു കോപ്പി ലോകം മുഴുവൻ പടർത്തിവിട്ടതുപോലെ അല്ല ദൈവമക്കളെ, അല്ലെങ്കിൽ ഫിലിമുകളിലോ ഒന്നും കാണുന്ന പോലല്ല. ആ രൂപം പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്ന ആ മുഖം. ദൈവത്തിന്റെ സ്തോത്രം. ആര് കണ്ടാലും ഞെട്ടിപ്പോകുന്ന, വേദനിക്കുന്ന, നീർന്ന ഹൃദയത്തോടെ നോക്കുന്ന ആ മുഖം, ഒന്ന് നോക്കിയാൽ പിന്നെ നോക്കാൻ കഴിയാത്ത രീതിയിൽ അത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ മുഖം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ആ മരണത്തെ കൈവരിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേറ്റു, മഹത്വവും ബഹുമാനവും അണിഞ്ഞു, പിതാവായ ദൈവം അണിയിച്ചു, പരിശുദ്ധാത്മാവ് അണിയിച്ചു. അത് നമ്മൾ കാണുന്നു. യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ 1-ാം അധ്യായത്തിൽ 13 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എത്ര ഭയങ്കര തേജസ്സിലാണ് പ്രൗഢഗംഭീരമായ ക്രിസ്തുവിന്റെ ആ മഹത്വത്തിലുള്ള ആ രൂപത്തെ നമുക്ക് വരച്ചു കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി മരിക്കുമ്പോൾ അപമാനത്തിലും നിന്ദയിലും ഹല്ലേലൂയ ചുക്കിച്ചുളങ്ങിയ തൊക്കിലെ ഹല്ലേലൂയ സൗന്ദര്യമില്ലാത്ത മുഖത്തോടുകൂടിയോ ഒക്കെ ആയിരിക്കാം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് തേജസ്സിലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പല കാര്യങ്ങൾ പറയണമെന്ന് ഓർത്തു, പക്ഷെങ്കിൽ സമയങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ ഈ അക്ഷരിക ശരീരത്തിന്റെ
ആമേൻ ചെറിയ ചെറിയ പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന സൗന്ദര്യവും നമുക്കുണ്ടായിരിക്കുന്ന ആ ഗുഡ് ലുക്കിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടം വരും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും വെറുക്കുന്നത് പോലെ വരുന്നൊരു കാലഘട്ടം വരും. നല്ല പ്രായത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആമേൻ ആ മുഖങ്ങൾ കാണുവാൻ സ്വയം പോലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ചുക്കിച്ചുളുങ്ങി പല്ലും കൊഴിഞ്ഞ് മുടിയും നരച്ച് ആമേൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ പഴയ സൗന്ദര്യത്തിന്റെ അതേ മുഖങ്ങളെല്ലാം വേറൊരു മുഖങ്ങളായി മാറുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മക്കളെ. പക്ഷെ ഇതിനപ്പുറത്ത് ആമേൻ വേറൊരു ജീവിതമുണ്ട്. നിത്യതയിൽ നമുക്കൊരു ജീവിതമുണ്ട്. എന്നെന്നും ശോഭിക്കുന്ന മനോഹരമായ തേജസ്സുള്ള ആ കർത്താവ് ദാനം ചെയ്യുന്ന ആമേൻ കർത്താവിനെ പോലെ ഉള്ള ഒരു ശരീരം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ഇനി ആ ഭാഗത്തു നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നമ്മളിവിടെ കാണുന്നത് സകലത്തിന് ലാക്കും ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ എല്ലാത്തിനും ആമേൻ പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ആമേൻ ദൈവം ചെയ്യാനിരിക്കുന്ന പദ്ധതികൾ ആമേൻ ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ലോകത്തിൽ ആമേൻ ദൈവം കണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയും സകല മനുഷ്യരുടെ നിത്യതയ്ക്ക് വേണ്ടിയും സകല മനുഷ്യരുടെ എന്നേക്കുമായിട്ടുള്ള ആമേൻ ദൈവത്തോടുകൂടെ വസിക്കുന്നതിനുള്ള ദൈവിക പ്രോഗ്രാമിന് വേണ്ടിയും ദൈവം കണ്ടിട്ടുള്ള ആമേൻ ലാക്കും കാരണഭൂതനുമായ ആമേൻ ആ ദൈവം തന്റെ പുത്രനെ ആമേൻ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ പുത്രനിലൂടെ അനേക പുത്രന്മാരെ നിങ്ങളെയും എന്നെ പോലെ അനേകരെ കർത്താവ് വസിക്കുന്ന ആ തേജസ്സിൽ ആ തേജോമയനായ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവം പ്ലാനിട്ടപ്പോൾ ആമേൻ തേജസ്സിന് വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷകനായ ദൈവപുത്രൻ രക്ഷാനായകനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ആമേൻ ഹല്ലേലൂയ വിലപിടിപ്പുള്ള ഏറ്റവും കൂടുതൽ മാന്യതയുള്ള ഏറ്റവും കൂടുതൽ ആമേൻ ഹല്ലേലൂയ ദൈവിക പദ്ധതിയിൽ ആമേൻ സ്വർഗത്തിലെ പിതാവായ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്ലാനിട്ടത് തന്റെ പുത്രനിലൂടെയുള്ള പ്രോഗ്രാമാണ്. പുത്രനാണ് അവിടെ ഏറ്റവും വലിയ ആൾ, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ പുത്രനിലൂടെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ ദൈവം പ്ലാനിട്ടപ്പോൾ അനേകർക്ക് തേജസ് കൊടുക്കുമ്പോൾ മറുവശത്ത് തന്റെ ഓമനപുത്രൻ എന്തുണ്ട് അനേക കഷ്ടങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തെ കഷ്ടത അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ കഷ്ടത നമ്മുടെ കർത്താവ് അനുഭവിച്ചു. ആ കഷ്ടതയിൽ തികഞ്ഞു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലുള്ള ആരും അനുഭവിക്കാത്തതിനേക്കാൾ ഏറ്റവും വലിയ കഷ്ടതയാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. എന്തിനു വേണ്ടിയാണ്? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്ട്രി ചെയ്യുമ്പോൾ, ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവകാര്യത്തിന് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഓർക്കുന്നത് നല്ല കാര്യമാണ്. ചിലപ്പോൾ ഒരു നല്ല ഒരു പാട്ട് പാടിയാൽ, ഒരു നല്ല പ്രസംഗമൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല പുകഴ്ചകളോ, അല്ലെങ്കിൽ പുകഴ്ചയായിട്ടല്ല, നല്ല എല്ലാവരും ഒക്കെ പറയാ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ വേല ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോൾ എന്നെന്നും ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് നല്ല സ്തോത്രം കഷ്ടങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും, ഉപദ്രവങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് നാം വരുമ്പോൾ നമ്മൾ അപമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, പഴിക്കപ്പെടും, അപവാദങ്ങൾ കേൾക്കുവാനിടയാകും. നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകും, നമ്മളെ മറിച്ചു കളയുവാൻ, കാലുവാരാൻ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കർത്താവിന് നേരെ ഉണ്ടായ സംഭവങ്ങളൊന്ന് ഓർത്തു നോക്കി. കർത്താവ് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വന്നിട്ട് എന്തെല്ലാം കഷ്ടങ്ങൾ, കള്ളസാക്ഷികൾ, കള്ളക്കഥകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അപവാദങ്ങൾ, ദൂഷണങ്ങൾ, ചെയ്യാത്തതും പറയാത്തതുമായ കാര്യങ്ങൾ, ഹല്ലേലൂയ, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ, മുറിവുകൾ, ഹൃദയത്തെ തകർക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങൾ, നിസ്സാരനാക്കുന്ന അനുഭവങ്ങൾ. ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ ഓർത്തോളണം.
ദൈവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട് കയറി വരുന്ന സമയത്ത് ഏറ്റവും അധികം കഷ്ടതയുണ്ടെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അങ്ങനെ കഷ്ടതയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും പ്രയോജനപ്പെടാനായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് രാത്രിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ അനേകര് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത്, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനേകരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് തേജസ് കൊടുക്കുകയാണ്. ആദാമിന് നഷ്ടപ്പെട്ടു പോയത്, ആ നഷ്ടപ്പെട്ടു പോയ ആദാമിന്റെ ആ തേജസ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇനി ആദാമിന്റെ സന്തതി ഉണ്ടാകുമ്പോൾ ആ തേജസ് ഓട്ടോമാറ്റിക്കലി ആ സന്തതിയിലും ആ തേജസ് കണ്ടേനെ. പക്ഷേ ഈ തേജസ് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവ് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. പൂർണ്ണമായി ഇനി ഒരു കഷ്ടവും കർത്താവ് സഹിക്കാനില്ല. തികഞ്ഞു. കംപ്ലീറ്റ് ചെയ്തു. സകല കഷ്ടങ്ങളും കർത്താവ് അനുഭവിച്ച് തീർത്തു. എന്തിനു വേണ്ടിയാണ്? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ തേജസ്സിലേക്ക് നടത്താൻ അതിന്റെ വീതം കിട്ടിയ തേജസ്സാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, മലരൂപ മലയിലേക്ക് കർത്താവ് തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയില്ലേ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവിടെ ചെന്ന് രൂപാന്തരപ്പെട്ടില്ലയോ? പെട്ടു. കർത്താവിന്റെ തേജസ്സിന്റെ ഒരു രൂപാന്തരമാണ് അവിടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ തേജസ്സിൽ മോശെ, ഏലിയാവും പ്രത്യക്ഷരായി. ദൈവത്തിന് സ്തോത്രം. ഒരു തേജസ്സിന്റെ തന്നെ ഒരു പ്രത്യേക സമയമായിരുന്നത് ആ മരുരൂപമല, അല്ലെങ്കിൽ ആ മലയ്ക്ക് മരുരൂപമല എന്ന പേര് കർത്താവ് രൂപാന്തരപ്പെട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഒരു തേജസ്സിന്റെ ഒരു അനുഭവമായിരുന്നു, സ്ഥലമായിരുന്നു. അതിനെ മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത് കണ്ടു. എങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ കർത്താവ് പഴയ രൂപത്തിലേക്ക് മാറി. മോശെ, ഏലിയാവും അപ്രത്യക്ഷമായി. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവര് ചെവി കൊടുപ്പിരുന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചെങ്കിലും അത് പിന്നീട് അതങ്ങ് മാറിപ്പോയി. അവിടെ പിന്നെ തേജസ് ഒന്നും അവരെ ഫോളോ ചെയ്തില്ല. പ്രൈസ് ലോർഡ്. അവിടെ ഇവർ നിന്ന സ്ഥലം ഭയങ്കര തേജസ്സിലേക്ക് അങ്ങ് മാറി. അതുകൊണ്ടാണ് 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കൊന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാവിനും എന്നൊക്കെ പറഞ്ഞത്. ഇത് കണ്ട് അങ്ങ് വിപ്രതി പിടിച്ചുപോയി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഹല്ലേലൂയ അതുപോലെയല്ല, ഒരല്പ നേരത്തേക്ക് തേജസ് കാണിച്ചു വിടുകയല്ല. നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ എന്നേക്കുമായി നിത്യ തേജസ്സിലേക്ക് നമ്മളെ നടത്താൻ ദൈവത്തിന് സ്തോത്രം. ദൈവം പ്ലാനിട്ടപ്പോൾ തന്റെ ഓമനപുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർത്തു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, അനേകരെ നേടുവാൻ ആഗ്രഹിക്കുമ്പോൾ, നീ അറിയാത്തതും നീ ചിന്തിക്കാത്തതും നീ കേൾക്കാത്തതും നീ ഉദ്ദേശിക്കാത്തതുമായ പല വഴികൾ കൂടെ കടന്നു പോകേണ്ട വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പരീക്ഷകൾക്കപ്പുറം വിജയം തന്ന് കൈക്ക് പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവം നമ്മളോടുകൂടി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവിന്റെ വേലയിലും ദൈവകാര്യത്തിന് ഇറങ്ങുമ്പോൾ നിരുത്സാഹം കാണും, പിന്തിരിപ്പലിക്കൽ കാണും, നിന്ദകൾ കാണും, പരിഹാസങ്ങൾ കാണും, അപമാനിക്കൽ കാണും, അപവാദങ്ങൾ കാണും, വേദനിക്കുന്നത് കാണും, വലിച്ചിടുവാൻ, കാലുവാരുവാൻ, ഒറ്റിക്കൊടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കുതികാലി വെട്ടുവാൻ, ഇതൊക്കെ ഒരു ഭാഗത്തുനിന്ന് നടന്നു വരും. ഞാനിത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നാം തയ്യാറായാൽ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി വലിയ പാസ്റ്ററാകാനോ വലിയ മിഷണറി ആകാനോ ഒന്നും നമുക്ക് നമ്മൾ പേരിന് അങ്ങനെ എല്ലാവർക്കും ആകാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു നല്ല ക്രിസ്ത്യാനിയായി നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ജീവിക്കുമ്പോൾ അവിടെയും നമുക്ക് പരീക്ഷകളും പരിശോധനകളും ഉണ്ടാകും. സഭാജീവിതത്തിൽ പരീക്ഷകളും പരിശോധനകളും ഉണ്ടാകും. ശുശ്രൂഷയിൽ പരീക്ഷകളും പരിശോധനകളും ഉണ്ടാകും. പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവ് ഈ അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി വിജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. പരിശുദ്ധാത്മാവ് കർത്താവിനോടുകൂടി ഉണ്ടായിരുന്നു. എല്ലാവരും വിട്ടുപോയെങ്കിലും കർത്താവിനോടുകൂടെ ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒറ്റപ്പെട്ടേക്കാം, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, കണ്ണീരിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെങ്കിൽ ഞാനൊരു തേജസ്സിന്റെ അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വിരൂപമായെങ്കിലും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയിട്ട് ഒടുക്കം കർത്താവ് എന്നേക്കും വിരൂപനായി ഇരിക്കുകയല്ല. കർത്താവ് അവരെക്കാൾ ഏറ്റവും തേജസ്സും മാനവും അണിഞ്ഞവനായി കർത്താവിനെ നമ്മൾ കാണുന്നു. എബ്രായ ലേഖന കർത്താവ് അതാണ് വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് മുമ്പിലത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്.
അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവയെ നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായിത്തീരുന്നത് യുക്തമായിരുന്നു. ഇന്ന് രാത്രിയിൽ ചില കഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും ചില ഭാരങ്ങളും ചില വേദനകളും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നാം ഇപ്പോൾ ദൈവമക്കളാണ്. വാക്യം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് നാം എല്ലാവരും ആ കർത്താവിനോട് സദൃശന്മാരായി തീരും. ആമേൻ. നമ്മള് ആദ്യ ആദാമായ ആ മനുഷ്യ ശരീരം, ആദാമിന്റെ പ്രതിമയായ മനുഷ്യ ശരീരം ധരിച്ചതുപോലെ ആമേൻ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ പ്രതിമയും നമ്മൾ ധരിക്കും. ആമേൻ. നമ്മുടെ ഈ ശരീരത്തെ സകലത്തിലും ആമേൻ ഹല്ലേലൂയ ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അതെ നിന്ദിക്കപ്പെട്ടതായിരിക്കാം, പഴിക്കപ്പെട്ടതായിരിക്കാം, നമ്മുടെ സകല ഗ്ലാമറുകളും പോയെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, തേജസ്സിൽ, ഞാൻ അങ്ങനെ പറയുകയാണ്, തേജസ്സിൽ ആമേൻ എല്ലാം തകർന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം ആമേൻ ഹല്ലേലൂയ അപമാനത്തിലായിരിക്കും വിതക്കപ്പെടുന്നത്. പക്ഷെങ്കിൽ ആമേൻ കൊരിന്ത്യർ ലേഖനം പറയുന്ന 1 കൊരിന്ത്യർ 15:42 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപമാനത്തിൽ വിതക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനേകം പേരെ തേജസ്സിലേക്കാക്കി അതിനുവേണ്ടി കർത്താവ് കഷ്ടം അനുഭവിച്ചെങ്കിൽ നമ്മുടെ പുറമെ ഇപ്പൊ നോക്കിക്കഴിയുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആ തേജസ് ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ തേജസ്സുള്ള ദൈവമക്കളാണ്. തേജസ്സിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ കർത്താവിനെ പിൻപറ്റുന്ന നമ്മൾ. ഹല്ലേലൂയ, തേജസ്സോടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രൈസ് ലോർഡ്. ഞാനിന്ന് ആമേൻ ഹല്ലേലൂയ ഒരു വാർത്ത കേട്ടു. ആമേൻ ഡിട്രോയിറ്റിലെ ഒരു പെൺകുട്ടി, അവള് ആമേൻ കുടുംബമായി ജീവിക്കുന്നു, കേരളത്തിൽ നിന്ന് വന്നതാണ്. പ്രൈസ് ലോർഡ്. അവിടെ എന്തോ ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലാണെന്നൊക്കെ കേട്ടു. ആമേൻ ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ എത്ര വലുതാണ്. ചിലർക്ക് കഷ്ടം വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരാം. ലോകത്തിൽ എത്ര സംഭവങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെങ്കിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഞാനൊരു കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ എനിക്കുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് അവൻ ഉപദ്രവം ഉണ്ടാകും. ലോകത്ത് നിങ്ങൾ കഷ്ടപ്പെടുമെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ധൈര്യത്തോടെ മുമ്പോട്ട് നീക്കണം. കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണം. ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി ഓടിയിട്ട് അതൊന്നും നമുക്ക് നല്ലതാണെങ്കിലും അതൊന്നും നമുക്ക് നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവത്തിന് വേണ്ടി സമയം ചെലവാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത സമയം കണ്ടെടുക്കുന്നത്, ഇല്ലാത്ത ആരോഗ്യവും ഇല്ലാത്ത സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയെടുക്കുന്നത്, അതൊന്നും നഷ്ടമല്ല. അതൊക്കെ എന്നേക്കുമായി നമുക്ക് മുതൽക്കൂട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറയുന്നത് ഞാൻ കേട്ടു. ആമേൻ. ലോകത്തിൽ, അതെ, എനിക്കൊന്ന് ഹൈദരാബാദിൽ നിന്നൊരു ദേവദാസനാണ്, നമുക്ക് ഈ ലോകത്തിൽ സമ്പാദിക്കാൻ പറ്റും, പക്ഷെങ്കിൽ സ്വർഗത്തിൽ നമുക്കൊരു നിക്ഷേപമുണ്ട്. നമ്മുടെ ഈ പണം സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ പണം കൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സുവിശേഷം പ്രചരിപ്പിക്കുകയും നന്മ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പണം ആമേൻ ഓട്ടോമാറ്റിക്കായി കൺവേർട്ട് ചെയ്ത് സ്വർഗത്തിലെ നിക്ഷേപമായി മാറും. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ആസ്വദിക്കുന്ന ഈ സുഖജീവിതം അല്പം മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി നാം സമയം ചെലവിടുമ്പോൾ, നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ മാനിപ്പാനിടയായി തരും. ഞാൻ ഒരിക്കൽ ആമേൻ എന്റെ ജീവിതത്തിൽ ചില വേദനാജനകമായ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ മാനസികമായി വളരെ ഭാരപ്പെട്ട ചില നിമിഷങ്ങളുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം 12-ാമത്തെ വായിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ വാക്യം വായിച്ചപ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. ആമേൻ. നമുക്ക് സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. ചിലപ്പോൾ നമ്മൾ പഴി കേട്ടെന്ന് വരും, ദുഷി കേട്ടെന്ന് വരും, നിന്ദ കേട്ടെന്ന് വരും, അപവാദം കേട്ടെന്ന് വരും. ആമേൻ ഹല്ലേലൂയ. പക്ഷെങ്കിൽ ആമേൻ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തത് ഈ കാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആമേൻ തേജസ്സിന്റെ അധികം ആമേൻ ഹല്ലേലൂയ ഡെൻസിറ്റി, അതിന്റെ ആ തേജസ്സിന്റെ ആ വലിയ സാന്ദ്രത എന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അത് നമ്മൾ ഓർത്തുകൊള്ളണം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഓ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചെന്ന് പറയുമ്പോൾ, മരണം ടേസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ, നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. കർത്താവിനത് അനുഭവിക്കേണ്ട, ആസ്വദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കർത്താവിനത് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു.
നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെയോ ആമേൻ ഹല്ലേലൂയ നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലെയല്ല. കർത്താവ് നമുക്ക് വേണ്ടി വേദനയുടെ ആമേൻ ആ പാനപാത്രം കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വേദനയുടെ ആ പാനപാത്രം കുടിച്ചു. ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അഭയാചന കഴിക്കുകയും ആമേൻ ഉത്തരം ലഭിക്കുകയും ചെയ്തു. എന്താണ്? ഇതിലൂടെ കടന്നു പോകണം, ഈ മരണം നീ കൈവരിക്കണം. ആമേൻ. ഉടനെ തന്നെ പിതാവ് ആമേൻ യേശുവിന്റെ ഹൃദയത്തോട് സംസാരിച്ചു. യേശു ഉറപ്പുള്ളവനായി ആ മരണത്തെ അഭിമുഖീകരിച്ചു. യേശു ആമേൻ ആ മരണത്തിലൂടെ കടന്നുപോയി നമുക്ക് വേണ്ടി ആ മരണം ഏറ്റെടുത്തു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ഒരു സ്ത്രീ മരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന, വികാരങ്ങൾ, ഫീലിംഗുകൾ, അവരനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദനകൾ, ആത്മീയമായ വേദനകൾ എന്താണെന്ന് കർത്താവ് ആ മരണത്തിലൂടെ കൈവരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മളോട് സഹതാപം കാണിക്കുന്ന ഒരു നല്ല മഹാപുരുഷനായി നമ്മളോടുകൂടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നല്ല ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയദാസൻ സാക്വർദ്ധനെയും കർത്താവെയും തന്റെ പ്രിയദാസിയെയും കുഞ്ഞുങ്ങളെയും മാതാവിനെയും ഈ ലൈനിലുള്ള എല്ലാവരെയും ശ്രദ്ധിച്ച എല്ലാവരെയും രാത്രി കർത്താവെ അനുഗ്രഹിക്കണമേ. കുഞ്ഞാട് രക്തമൊഴിച്ച് കഴുകണം, വളരെ പ്രത്യാശയോടെ നിലനിർത്തണം. അടികളെ താഴ്ത്തുന്നു പാടി പ്രാർത്ഥിച്ചുള്ളവർക്കായി സ്തോത്രം മഹത്വം കൊടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.